പശ്ചിമേഷ്യയിൽ യുദ്ധം ശമനമില്ലാതെ തുടരുമ്പോൾ മിസൈലുകളുടെ ഒരു പരമ്പര തന്നെ ഇറാൻ ഞായറാഴ്ച പ്രയോഗിച്ചതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ആദ്യമായി ഉപയോഗിച്ച സെജ്ജൽ മിസൈൽ ഉൾപ്പെടെയുള്ള അതിനൂതന മിസൈലുകളാണ് ഇസ്രയേൽ US കേന്ദ്രങ്ങളെ ലക്ഷ്യമാക്കി ഇറാൻ വിക്ഷേപിച്ചതെന്ന് ഇറാനിലെ വാർത്താ ഏജൻസിയായ പ്രസ് ടിവിയാണ് റിപ്പോർട്ട് ചെയ്തത്. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്യുകയും വികസിപ്പിക്കുകയും ചെയ്ത 2 ഘട്ട ബലിസ്റ്റിക് മിസൈലാണ് സെജ്ജൽ. ഖര ഇന്ധനം ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. സെജ്ജൽ, അഷോറ എന്നീ പേരുകളിലാണ് ഈ ബലിസ്റ്റിക് മിസൈൽ അറിയപ്പെടുന്നത്. 1990കളുടെ തുടക്കത്തിലാണ് സെജ്ജലിന്റെ രൂപകൽപ്പന ആരംഭിച്ചത്. ഇറാന്റെ സെജ്ജൽ 2 ഏകദേശം 2000 കിലോമീറ്റർ ദൂരപരിധിയും ഏകദേശം 700 കിലോഗ്രാം ഭാരവാഹക ശേഷിയുമുള്ള മിസൈലാണ്. ഇതിന്റെ ഉയർന്ന ഉയരത്തിലുള്ള പ്രവർത്തന മികവ് കാരണം ഇതിനെ ഡാൻസിംഗ് മിസൈൽ എന്നും വിളിക്കാറുണ്ട്. ഇത് അയൺ ഡോം പോലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാനുള്ള കഴിവിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. അന്താരാഷ്ട്ര പഠനങ്ങൾ അനുസരിച്ച് മിസൈലിന് ഏകദേശം 18 മീറ്റർ നീളവും ഏകദേശം 1.25 മീറ്റർ വ്യാസവും ഏകദേശം 23,600 കിലോഗ്രാം ഭാരവുമുണ്ട്. ഇതിന്റെ കര ഇന്ധന രൂപകൽപ്പന തന്ത്രപ്രധാനമായ ഗുണഫലം നൽകുന്നുമുണ്ട്. പഴയ ദ്രാവക ഇന്ധന സംവിധാനങ്ങളെക്കാൾ വേഗത്തിൽ തയ്യാറാക്കാനും വിക്ഷേപിക്കാനും സാധിക്കും. യുദ്ധം 16ാം ദിവസത്തിലേക്ക് കടന്നു വരുന്നതിനിടയിലായിരുന്നു ഈ മിസൈൽ വിക്ഷേപണവും നടന്നത്. CSISന്റെ റിപ്പോർട്ട് അനുസരിച്ച് സെജ്ജലിന്റെ ആദ്യ പരീക്ഷണ വിക്ഷേപണം 2008ലാണ് നടന്നത്. ആദ്യ പ്രയോഗത്തിൽ മിസൈൽ ഏകദേശം 800 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതായാണ് റിപ്പോർട്ട്. മെച്ചപ്പെട്ട ഗൈഡൻസ്, നാവിഗേഷൻ സംവിധാനങ്ങൾ വിലയിരുത്തുന്നതിനായി 2009 മെയ്യിൽ രണ്ടാമത്തെ വിക്ഷേപണവും നടത്തി. 2009 മുതൽ 4 അധിക ഫ്ലൈറ്റ് ടെസ്റ്റുകളും നടത്തിയിട്ടുണ്ട്. 6ാമത്തെ ടെസ്റ്റിൽ മിസൈൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഏകദേശം 1900 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു. US-ഉം ഇസ്രയേലും ഇറാനെതിരെ ആരംഭിച്ച സംയുക്ത ആക്രമണം പശ്ചിമേഷ്യയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇറാൻ ഇസ്രയേലിനും ഗൾഫ് രാജ്യങ്ങളിലെ US സൈനിക താവളങ്ങൾക്കും നേരെ ആക്രമണം തുടരുകയുമാണ്. അതേസമയം ഇസ്രയേലും US-ഉം ഇറാൻ കേന്ദ്രങ്ങളിൽ ആക്രമണം തുടർന്നു. റിപ്പോർട്ടുകൾ പ്രകാരം യുദ്ധത്തിൽ ഇതിനോടകം 2000-ലധികം ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ ഭൂരിഭാഗവും ഇറാനിലാണ്. അതേസമയം ഇറാനുമായുള്ള സംഘർഷത്തെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്ത് വന്നു. യുദ്ധരംഗത്തെ വ്യാജ വിവരങ്ങൾ പ്രചരിപ്പിക്കാനും അമേരിക്കൻ കേന്ദ്രങ്ങൾക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളെക്കുറിച്ച് തെറ്റായ വിവരങ്ങൾ നൽകാനും ടെഹ്റാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിക്കുകയാണെന്ന് അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. മിഡിൽ ഈസ്റ്റിൽ ഡ്രോൺ ആക്രമണങ്ങളും കടലിൽ സംഘർഷങ്ങളും സൈബർ വിവര യുദ്ധങ്ങളും രൂക്ഷമായി തുടരുന്നതിനിടെയാണ് ട്രംപിന്റെ ഈ പരാമർശവും പുറത്തു വന്നത്. എയർഫോഴ്സ് 1 വിമാനത്തിൽ വെച്ച് മാധ്യമങ്ങളോടും തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും ട്രംപ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചു. ഇറാൻ സൈനിക വിജയങ്ങൾ നേടിയെന്ന് കാണിക്കുന്ന വ്യാജ ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിക്കാൻ AI ടൂളുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് ട്രംപിന്റെ വാദം. ചാവേർ ബോട്ടുകൾ, USS എബ്രഹാം ലിങ്കൺ കപ്പലിന് നേരെയുണ്ടായ ആക്രമണം, ഇറാനിലെ സർക്കാർ അനുകൂല റാലികൾ എന്നിവയുടെ ദൃശ്യങ്ങളെല്ലാം ഇത്തരത്തിൽ നിർമ്മിച്ചതാണെന്നും അദ്ദേഹം ഉദാഹരണമായി ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. സംഘർഷത്തെക്കുറിച്ചുള്ള ലോകത്തിന്റെ കാഴ്ചപ്പാടിനെ സ്വാധീനിക്കുകയാണ് ഇത്തരം വ്യാജ ഉള്ളടക്കങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഇറാനെതിരായ സൈനിക നീക്കങ്ങൾക്കിടെ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അഭിപ്രായ വ്യത്യാസമുണ്ടായെന്ന അഭ്യൂഹങ്ങളും ട്രംപ് തള്ളിക്കളഞ്ഞു. വാഷിംഗ്ടണും ടെൽ അവീവും തമ്മിലുള്ള സഹകരണം ശക്തമായി തുടരുകയാണെന്ന് അദ്ദേഹം ഉറപ്പിച്ചു പറയുകയും ചെയ്തു. മേഖലയിലെ സംഘർഷം രൂക്ഷമാകാതെ നോക്കുന്നതിനൊപ്പം ഒറ്റക്കെട്ടായി നിൽക്കേണ്ടതിന്റെ പ്രാധാന്യം ഇരു രാജ്യങ്ങളിലെയും ഉദ്യോഗസ്ഥർ ഊന്നി പറഞ്ഞിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.